കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ബാണാസുര സാഗർ അണക്കെട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഈ മനോഹരമായ അണക്കെട്ടിന് ബാണാസുര സാഗർ എന്ന പേര് എങ്ങനെ ലഭിച്ചുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പേരിന് പിന്നിൽ പുരാണപരമായ ഒരു കഥയുണ്ട്. മഹാബലിയുടെ പുത്രനും അതിശക്തനുമായ ഒരു അസുര രാജാവായിരുന്നു ബാണാസുരൻ. ശിവഭക്തനായിരുന്ന ബാണാസുരൻ താൻ ആഗ്രഹിച്ചത് എന്തും നേടാൻ കഴിവുള്ളവനായും 1000 കൈകളുള്ളവനായും ചിത്രീകരിക്കപ്പെടുന്നു. ഈ പ്രദേശത്താണ് ബാണാസുരൻ തൻ്റെ രാജ്യ തലസ്ഥാനം സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. കാലം മാറിയെങ്കിലും ബാണാസുരൻ്റെ പേര് ഈ പ്രദേശവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വയനാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ടിന് ആ പുരാണ രാജാവിനോടുള്ള ആദരസൂചകമായി ബാണാസുര സാഗർ അണക്കെട്ട് എന്ന പേര് ലഭിച്ചു. സാഗർ എന്ന വാക്കിന് കടൽ അല്ലെങ്കിൽ വലിയ ജലാശയം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ബാണാസുരൻ്റെ പേരിൽ ഒരു വലിയ ജലാശയം എന്ന നിലയിൽ ഈ അണക്കെട്ട് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ബാണാസുര സാഗർ അണക്കെട്ട് സന്ദർശിക്കുമ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾക്കപ്പുറം ഈ പേരിന് പിന്നിലുള്ള സമ്പന്നമായ ചരിത്രത്തെയും പുരാണങ്ങളെയും ഓർക്കുക.